Yes. Okay, yes, please don't unmute in between. Now we are seriously going to take the class. Okay. So yesterday we were taking lesson number 6, page 161. Yesterday we were studying about simple machines. We studied that there are many machines that we are using in our daily life. There are simple machines and big, large, huge machines are there. Example for simple machines, our grinding stone, nail cutter, scissors, all these are simple machines. And these are very essential for our daily life. We know that we cannot live now without any nail cutter or scissors and all, stapler and all, isn't it? Sometimes we will, how many of you are cutting the nails with a blade or a knife? How many of you are using nails, blades or knife for cutting the nails instead of nail cutters? Nobody? Okay. See, I'm telling the truth. I cannot cut the nails with the help of a blade or a knife handle. But some people they are using. They are not using nail cutters. Instead of nail cutters, they are using the blades. But as for me, I cannot use the blade. If I cut the nail with a blade, I will cut the flesh also. So I am comfortable using in nail cutter. And I hope that almost you, when people those are practicing with a blade, they are okay, comfortable. But as for me, I am not comfortable. Sisa, please pen down. And some people, they won't use the mixes. They'll be going on grinding in the stones. They don't like to use the mixes. But I can use both grinding stone and mixie. But if it is too much, if it is little bit, I'll use that grinding stone only. But if it is more, I will not use a grinding stone. I will use the mixie. Like the same way, some people are comfortable using some small instruments or some small simple machines, but sometimes we have to use another big one machines and all. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഞാൻ പറഞ്ഞ പോലെ എനിക്കിപ്പോ ഒരു ബ്ലേഡും കൊണ്ട് നെയിൽ കട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പണ്ടൊക്കെ ഉപയോഗിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോൾ ഞാൻ ഈ സാധനം ഉപയോഗിക്കല, ബ്ലേഡ്സ് ഉപയോഗിക്കല. ഇൻസ്റ്റഡ് എനിക്ക് നെയിൽ കട്ടർ തന്നെ വേണം. പക്ഷെ ചില ആൾക്കാർ ഞാൻ കാണാറുണ്ട്, അവർ നെയിൽ കട്ടറേ ഉപയോഗിക്കാറില്ല. എന്റെ വീട്ടിൽ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ നെയിൽ കട്ടർ പോലെ സാധനമേ ഉപയോഗിക്കില്ല. അവർ ബ്ലേഡ് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കട്ട് ചെയ്താൽ എന്റെ നഖവും മുറിയുന്നതിനോടൊപ്പം തന്നെ എന്റെ കൈവിരലൊക്കെ മുറിയും. എപ്പോഴെങ്കിലും ഒക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോഴൊക്കെ എന്റെ കൈ മുറിഞ്ഞിട്ടുമുണ്ട്. കാരണം നമ്മള് പല സാധനങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ മെഷീൻസ് ഉപയോഗിക്കുന്ന നമുക്ക് കംഫോർട്ടബിൾ അല്ല. പലപ്പോഴും നമുക്ക് കംഫോർട്ടബിൾ, ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഒരു ബ്ലേഡ് തന്നിട്ട് നഖം കട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ നഖത്തിനൊപ്പം നിങ്ങളുടെ കൈയുടെ പാർട്ടും കൂടെ മുറിച്ചു വെച്ചിട്ടാവും ബ്ലേഡ് വിൽക്കം, അല്ലെ? ചെയ്തിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? പിന്നെ ചെറുപ്പത്തിൽ ഒരു സ്വഭാവം ഇല്ലേ, കുഞ്ഞു പിള്ളേരായിരുന്നപ്പോ, ഇപ്പൊ ഉണ്ടോന്ന് എനിക്കറിയില്ല, പിന്നെ ബ്ലേഡ്സ് ഒക്കെ അച്ഛൻ ഷേവ് ചെയ്യാൻ വേണ്ടിട്ട് എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന ബ്ലേഡ്സ് ഒക്കെ തപ്പി കണ്ടുപിടിച്ചെടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ മുറിച്ചു വെക്കുന്ന ഒരു സ്വഭാവമൊക്കെ ഇല്ലായിരുന്നോ? പാവം ഇല്ല, എന്തൊരു നല്ല പിള്ളേരാ. ജോസി, ഞാൻ വരുന്നുണ്ട് നിന്റെ വീട്ടിലേക്ക്. എപ്പോ ചോദിച്ചാലും ജോസി നല്ല കുട്ടിയാണേ, ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും ചെയ്തിട്ടില്ല. ഞാൻ വരുന്നുണ്ട് നിന്റെ വീട്ടിൽ, ചോദിക്കുന്നുണ്ട്. ശരി, ഇതൊക്കെ സാധാരണ എല്ലാ കുഞ്ഞു പിള്ളേരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ കത്രിക എടുത്ത് തലമുടിയൊക്കെ മുറിച്ചു വെച്ചിട്ടില്ലേ, പപ്പയും മമ്മിയൊന്നും കാണാതെ? എന്താ ഹന്നമ്മേ, ചുമ്മാ പറയില്ല കേട്ടാ. ഹന്ന റോസ്, കത്രിക എടുത്ത് നിന്റെ മുടിയൊക്കെ തന്നെ മുറിച്ചിട്ടില്ലേ അമ്മയൊന്നും കാണാതെ? ഇല്ല മിസ്സേ, സത്യം പറ. ഇല്ല മിസ്സേ, മുറിച്ചിട്ടില്ല. പാവം, ഞാൻ വരുന്നുണ്ട് മോളെ. ഷുവർലി ഞാൻ ഈ 5th സ്റ്റാൻഡേർഡിൽ എല്ലാ കുട്ടികളുടെയും വീട്ടിൽ വരും. അപ്പൊ ചോദിക്കുന്നുണ്ട് ഈ പറയുന്നതൊക്കെ സത്യമാണോന്ന്. ഇപ്പൊ മമ്മിയും പപ്പയും അടുത്തില്ലാത്തോണ്ട് എല്ലാം തട്ടി വിടുന്നതാണ് കളത്തിൽ. എനിക്കറിയാം. ഇല്ലേ ലക്ഷ്മിപ്രിയ, അമ്മ കാണാതെ മുടിയൊക്കെ മുറിച്ചു വെച്ചിട്ടില്ലേ? പിന്നെ അങ്ങനെ എടുത്ത് തല്ലിട്ട് ജോസി ഇതൊന്നും ചെയ്തിട്ടില്ല, ഭയങ്കര നല്ല കുട്ടിയാണേ. നിനക്ക് ഞാൻ വരുമ്പോ സർട്ടിഫിക്കറ്റുമായിട്ട് വരുന്നത് കേട്ടാ. ശരി, നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളൊക്കെ അതൊക്കെ ചെയ്യുന്നതാണ്. ബ്ലേഡ് കണ്ടു കഴിഞ്ഞാൽ എവിടെ മുറിക്കും. പിന്നെ ഈ ടേബിൾ ഷീറ്റ് ഒക്കെ ഇല്ലേ, ടേബിൾ ഷീറ്റ് നമ്മുടെ
ഡൈനിങ് ടേബിളിലൊക്കെ ഇട്ടിരിക്കുന്ന ടേബിൾ ഷീറ്റ് ബ്ലേഡ് കണ്ട് എടുത്തിട്ട് ഒന്ന് വരയ്ക്കാം. നല്ല സുഖമല്ലേ? ഒന്ന് വരച്ചാൽ നല്ല വിസ്താരമായിട്ടുള്ള ഒരു ഹോൾ അവിടെ വന്നിട്ടുണ്ടാവും അല്ലെ? എന്നിട്ട് പപ്പ ചോദിക്കും who did this? അയ്യോ I don't know, I didn't see at all എന്ന് പറയും അല്ലേ? ഞാൻ ആ പരിസരത്തോട്ടേ പോയിട്ടില്ല, ഞാൻ ബ്ലേഡ് എന്ന് ഒരു സാധനമേ കണ്ടിട്ടില്ല എന്ന് പറയും അല്ലെ? ഇതൊക്കെ സാധാരണ നമ്മൾ ചൈൽഡ്ഹുഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് പേടിക്കും, ഇതൊന്നും നാണക്കേടൊന്നും വിചാരിക്കാനില്ല. എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്താണ് വളർന്നു വന്നത്. പക്ഷെ ഇപ്പം നമ്മള് grown up children ആയി. So since you are grown up child now, you know should not do like this way, should not do like that way എന്നൊക്കെ നമുക്ക് കുറച്ച് തിരിച്ചറിവൊക്കെ ആവുമ്പോൾ നമ്മൾ അത് ചെയ്യത്തില്ല. പക്ഷെ സാധാരണ കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്താണ് വളരുന്നത് അല്ലെ? അപ്പം നമുക്കറിയാം when you were small child you used to play with the mud and all soil, isn't it? കുഞ്ഞായിരുന്നപ്പോ നിങ്ങൾ മണ്ണൊക്കെ വാരി കളിക്കലായിരുന്നോ? ചട്ടക്കകത്തൊക്കെ ഇട്ട് മണ്ണപ്പം ചുരുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? യെസ്, ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ വലിയ കുഞ്ഞുങ്ങളായി നമ്മളിപ്പോ അതൊന്നും ചോദിച്ചാൽ അതും ചെയ്തിട്ടില്ല. എനിക്കറിയാം, ഞാൻ നിനക്ക് സർട്ടിഫിക്കറ്റ് 1 അല്ല 2 അല്ല 3 എണ്ണായിട്ട് വരും. എന്നിട്ട് ഞാനുണ്ടല്ലോ ഇതൊക്കെ ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചിട്ട് എല്ലാം ഞാൻ അവിടെ നിന്ന് എഴുതി തരണോ അതേ കത്തിച്ച് കളയണോ തീരുമാനിക്കും. എന്നിട്ട് അതിന്റെ എല്ലാം വീഡിയോ എടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സിന്റെ ഗ്രൂപ്പില്. അമ്മ പറയുന്നുണ്ട് കേട്ടാ. ഇപ്പൊ അമ്മ വീട്ടിലില്ലല്ലോ, കൂടി കേക്കാക്കിയതേ ഇല്ലു. Wait, does your mummy at home? Is that? Josie, where is your mother now? Is she at home? Yes. Yes, വന്നു. വന്നാ? ക്ഷീണം തരട്ടെ, ഞാൻ ചോദിച്ചാലാം കേട്ടാ. നീ എങ്ങനെയായിരുന്നു നിന്റെ ചൈൽഡ്ഹുഡിൽ എന്നുള്ളത് അപ്പ കേൾക്കാൻ വലിയ ഡീറ്റെയിൽസ്. ഞാൻ അവളുടെ അമ്മ പറയുന്നത് കോളർ റെക്കോർഡിംഗിൽ ഇട്ടിട്ട് നമ്മുടെ ക്ലാസ്സിന്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കാം കേട്ടോ. അമ്മ പറയുന്നത് ഞാൻ അമ്മേനെ വിളിക്കും. ഇപ്പൊ അമ്മ പണിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ക്ഷീണിച്ച് കിടക്കുമായിരിക്കും. ഓക്കെ, ഇനി ഞാൻ പൊളിച്ചെടുക്കൂടി. ശരി ശരി. എനിവേ നമ്മളെ ഇനി ഒരുപാട് മെഷീൻസ് യൂസ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇന്നലെ നമ്മൾ പഠിച്ചു about a lever. Lever എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ കമ്പി പോലത്തെ ഒരു സാധനം ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ബിഗ് തിങ്സ് we cannot lift by our hands. Big means if it is heavy. And you know that you are small children, you cannot lift much heavier things. So you might have seen people using like this way lever to lift things. വലിയ സാധനങ്ങൾ, നിങ്ങൾ ഈ വലിയ ലോറിയിലൊക്കെ സാധനങ്ങൾ കയറ്റുന്ന കണ്ടിട്ടുണ്ടോ? കുറെ ആൾക്കാർ കൂടിയിട്ട് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ഒച്ച വെച്ചിട്ട്. എന്തിനാ അവർ ആ സൗണ്ട് വെക്കുന്നത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒച്ച വെച്ചാൽ സാധനം തന്നെ പൊങ്ങുവോ? മിസ്, ആ ശബ്ദം വെച്ചിട്ട് അവർക്ക് ചെയ്യുമ്പോ കുറച്ചും കൂടെ പെട്ടെന്ന് അത് ചെയ്യാനുള്ള ഒരു ഇത് കിട്ടും. എന്ത് കിട്ടും? എന്തോ പറഞ്ഞോ മോൾ, കറക്റ്റ് പോയിന്റിലേക്ക് എത്തി. പക്ഷെ ഇച്ചിരി കൂടെ അങ്ങോട്ട് എത്താനുണ്ട്. പറഞ്ഞോ കറക്റ്റാ എന്നാ? സാധാരണ ഈ ലോഡൊക്കെ കയറ്റുന്ന ആൾക്കാര് വലിയ മരമൊക്കെ വണ്ടിയൊക്കെ കയറ്റുമ്പോ നിങ്ങൾക്ക് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാകും. They will make some sound or they may sing a song, something like that, or some tune sounds and all they will make. Why means they may feel some relax, that's all. അല്ലാതെ അതിന്റെ ഭാരം കുറയൊന്നുമില്ല. ഒരു പാട്ട് പാടിയുന്ന ഓഹോ ഈ ഊയി എന്നൊക്കെ സൗണ്ട് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ആ തടിയുടെ വെയിറ്റ് ഒന്നും കുറയത്തൊന്നുമില്ല. ബട്ട് they may feel some റിലാക്സേഷൻ, ഒരു എന്റർടൈൻമെന്റ് പോലെ അവർക്ക് തോന്നും. അപ്പോൾ അവരെ ഭാരം അത്ര അവർക്ക് ഹെവി ആയിട്ട് തോന്നുമല്ല. പക്ഷെ ഭാരം അതുപോലെ തന്നെ ഉണ്ട്. 100 kg ഉണ്ട്, 110 kg തന്നെ ഉണ്ടാവും. പാട്ട് പാടി കയറി അത് 50 kg ഒന്നും ആവത്തില്ല. പക്ഷെ അവർക്ക് ഒരു റിലാക്സേഷൻ തോന്നും, മനസ്സിനൊരു ഇത് തോന്നും. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്കത് അത്ര വലിയ ഹെവി ടയർഡ്നെസ് തോന്നാത്ത രീതിയിൽ അവർക്കത് കയറ്റാൻ പറ്റും. അല്ലെങ്കിൽ അയ്യോ പെട്ടെന്ന് തന്നെ അവരുടെ മൈൻഡ് ഒന്ന് ഡിപ്രസ്ഡ് ആകും. സോ ഇത്രയും ഹെവി ആണല്ലോ എന്ന് തോന്നും, ഒരു ടയർഡ്നെസ് തോന്നും. അതുകൊണ്ട് സാധനം വണ്ടിയിലേക്ക് കയറ്റാനൊക്കെ ബുദ്ധിമുട്ട് തോന്നും. അപ്പൊ ഇവിടെ നമ്മുടെ ലിവർ ഇങ്ങനെ ഉപയോഗിക്കുന്നത് ഒന്ന് ലിഫ്റ്റ് ചെയ്യാം. അപ്പൊ അതിന്റെ അടിയിൽ ഇപ്പൊ ഇവിടെ ചിത്രത്തിൽ നോക്കിക്കേ, they are lifting that person is lifting a big stone and he is using a lever and he has kept another rock, another small thing to lift it. അതായത് നമ്മൾ നേരെ ഗ്രൗണ്ടിൽ നിന്ന് പൊക്കുന്നതിനേക്കാൾ കുറച്ചും കൂടെ നമുക്കൊരു റിലാക്സേഷൻ, ഒരു ഫ്രിക്ഷൻ തോന്നുമ്പോൾ അത് വേറൊരു ഒബ്ജക്റ്റിന്റെ മേളിലേക്ക് കുറച്ച് ഹൈറ്റിൽ വെച്ചിട്ട് പൊക്കുമ്പോൾ അതിന്റെ ഇടയിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ചെറുപ്പത്തില് ഞങ്ങളുടെ ഒക്കെ പറമ്പിൽ ഇങ്ങനെ ഒത്തിരി പണിക്കാരി പണിയെടുക്കുന്ന സമയത്ത് ഇങ്ങനെ കല്ലൊക്കെ പൊക്കും. അപ്പൊ അറ്റ് ദാറ്റ് ടൈം അഗ്രികൾച്ചർ വാസ് ദ മെയിൻ ജോബ് ഓഫ് ദ പീപ്പിൾ. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ കല്ലൊക്കെ മാറ്റി പറമ്പിലെ ഒരു സൈഡിലേക്ക് ഒതുക്കി കൊണ്ട് വെച്ചിട്ടാണ് പണിയൊക്കെ എടുക്കും. നടക്കും തൊടുക്കൊക്കെ എടുക്കുമ്പോൾ അത്ര സ്പേസ് പോവില്ലേ.
ഓക്കെ. അപ്പൊ ഈ കല്ല് പൊക്കുമ്പോള് എന്റെ ഫാദർ വിളിക്കാറുണ്ടായിരുന്നു. എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ കമ്പി ഉപയോഗിച്ച് ഇങ്ങനെ പൊക്കുമ്പോള് അതിന്റെ അടിയിലേക്ക് ഈ കല്ല് കുറച്ചും കൂടെ മറ്റേ ചെറിയ കല്ല് കുറച്ചും കൂടെ നീക്കി വെക്കാൻ വേണ്ടിട്ട്. അപ്പൊ നീക്കി വെച്ചാലേ പിന്നെ നമ്മൾ ഗ്രൗണ്ടിൽ നിന്ന് അതേപോലെ പൊക്കുമ്പോൾ കുറച്ചും കൂടി വെയിറ്റ് കൂടുതൽ തോന്നും, കുറച്ച് റിലാക്സേഷൻ തോന്നും. ഇങ്ങനെ ഒരു കല്ല് അതിന്റെ അടിയിൽ ചെറിയ കല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, സാധാരണ ഇത്രയും കല്ലുകളൊക്കെ പൊക്കുമ്പോൾ അതുപോലെ ഒരു സ്മോൾ സ്റ്റോൺസ് ആണ് അവര് വെക്കാറുള്ളത്. How will you raise a huge boulder? You could use all your strength to move it, in which case you would need to apply more force. So if it is heavy thing, we have to use more force to lift. Very easy. See, this is a mouse. It is very weightless. So very easily I can lift it. But instead, if it is 5 kgs of weighing stone, can I lift it so easily? No. I have to give more force to lift that. നമ്മളിപ്പോ ഒരു എന്താ പറയുന്നത്, ഇതിപ്പോ ലിഫ്റ്റ് ചെയ്യുന്ന പോലെ ഒരു 5 കിലോയുടെ വെയിറ്റ് ഉള്ള സാധനം നമുക്ക് പെട്ടെന്ന് അത്ര ഈസി ആയിട്ട് പൊക്കാൻ പറ്റത്തില്ല. ഇനി നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അരിയൊക്കെ വാങ്ങുന്ന കടയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് വലിയ 50 കിലോയുടെ ചാക്കിനകത്തൊക്കെയാണ് അരി പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെ? 50 kg. അപ്പൊ ഈ 50 കിലോയുടെ ചാക്കിനകത്ത് നിന്ന് പുതിയതായിട്ട് നമുക്ക് ഇപ്പൊ അരി എടുക്കണം. ഉണ്ടായിരുന്നു ഓൾറെഡി over. If it already what they had in the shop was over, and they have to take from a new sack that is containing of 50 kg. So if you have to bring it to the place from where you are actually taking the rice, it is very affordable. വളരെ കഠിനാധ്വാനം ചെയ്യണം. ആ 50 കിലോയുടെ ചാക്കൊന്ന് പൊക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അരി എടുത്ത് തരണമെങ്കിൽ. അങ്ങനെയെങ്കിൽ അയാൾ എന്ത് ചെയ്യും? ഏറ്റവും മേളിലുള്ള ആൾ ആദ്യം എടുക്കും. കാരണം കുറച്ചുകൂടി ഉയരത്തിൽ നിന്നാകുമ്പോൾ പൊക്കി എടുക്കാൻ കുറച്ചുകൂടി ഈസിയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ട് ലോഡ് കയറ്റുന്ന സ്ഥലത്ത് പോയിട്ടുണ്ടാവും. നിങ്ങൾ എവിടെയെങ്കിലും കടയിലൊക്കെ വലിയ ഷോപ്പിലൊക്കെ വലിയ കടകളിലൊക്കെ പോയിട്ട് അവിടെ സാധനങ്ങൾ ഇങ്ങനെ വണ്ടിയിലോട്ടൊക്കെ കയറ്റുക, അല്ലെ വണ്ടിയിൽ നിന്ന് വലിച്ച ഷോപ്പിലേക്കൊക്കെ ഇറക്കുന്ന ലോഡിങ്ങുകാരെ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അവര് ഏറ്റവും താഴെ ഇരിക്കുന്ന ചാക്കിനകത്തുള്ള കെട്ടിനകത്തു നിന്നാണ് ആദ്യം അവര് സാധനം എടുത്ത് ഷിഫ്റ്റ് ചെയ്യുന്നത്. Never. They will take the topmost one. ഏറ്റവും മേളിലുള്ള ചാക്കിനെ എടുക്കും. അപ്പൊ അത് അവർക്ക് കുറച്ച് ഈസി ആയിരിക്കും. അങ്ങനെ എടുത്തെടുത്തെടുത്ത് പിന്നെ താഴത്തെ എടുക്കുന്നത്, അല്ലാതെ താഴെ നിന്ന് വലിച്ചടിക്കല. അത് നിങ്ങളെ ചില കുരുത്തക്കെട്ട പിള്ളേരുടെ പരിപാടിയാ. ഏറ്റവും അടിയിരിക്കുന്ന സാധനം താഴെ നിന്ന് വലിച്ചെടുക്കും. അപ്പൊ എന്ത് സംഭവിക്കും? മുകളിലുള്ളതെല്ലാം പടപടപട താഴെ ചേരും. I had one of my cousins son, he was very naughty when he was small, not now. Now he has grown up. Okay. They lives in Delhi. Their mother used to complain that this boy always what he does is when they go to the fruit shops and all, he will just simply stand in front of the fruit shop and then he will ask for orange or apple, something like that way. Usually you know that when you go to the fruit shop, you might have seen they have arranged in a variety shapes and all. They will keep the apples, oranges and all in a variety shape, keeping one by one in a variety structure. So this boy, what he will do when he was 3 years, 4 years, 5 years and all, was very naughty. Very naughty means very naughty. At that time, what he used to do is he will go to the shop and he will ask for fruits and all. If they are buying, he will ask, and then he will just pick up the downmost, means the lowest, downmost apple from that group. What will happen then? Bundle that they have arranged will all fall down, all will roll, and you just think that they live in Delhi and it is a very populated, highly populated, density of population is very, and shops are and all very, so many shops are there, so many people will be there, isn't it? So all this will roll in the road. The shopkeeper used to abuse him since. And when he was smaller, once or twice or thrice and all, if he hear the abusement from the shopkeeper, he was not at all bothered. Next time also he will repeat the same thing. So then gradually his mother never used to take him outside, because always she has to hear the scolding from the shopkeeper.
എന്ന് പറഞ്ഞാൽ ഇവൻ എന്ത് ചെയ്യും? ഈ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്പിള്, ഓറഞ്ച് ഇതിലൊക്കെ പോയിട്ട് ഏറ്റവും അടിയിലിരിക്കുന്ന ഒരെണ്ണം വലിക്കും. ഒരെണ്ണം എടുക്കുമ്പോഴേക്കും മേളിലെല്ലാം ഉരുണ്ട് പോകും. അപ്പം ഷോപ്പ് കീപ്പർ ഇവന്റെ അമ്മേനെ ഒക്കെ ചീത്ത പറയും. കാരണം ഇത് മുഴുവൻ ഇനി അവർ ആദ്യം അറേഞ്ച് ചെയ്യണം. അതേസമയം നമ്മൾ മേളിൽ നിന്ന് എടുക്കുന്നത് പോലെയാണോ താഴെ നിന്ന് എടുക്കുമ്പോൾ എല്ലാം ഉരുണ്ട് പോകും അല്ലെ? അപ്പൊ ഇവിടെ ഇതുപോലെ ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാല് ഇവര് ഈ സാധനങ്ങൾ എന്റെ ഫോണിന്റെ ഇപ്പം ചാർജ് തീരുമ്പോ സർ. ചാർജ് തീരുമ്പോ യൂട്യൂബ് ക്ലാസ് കാണണം കേട്ടോ. ചാർജിന് ഇടാൻ പറ്റത്തില്ലേ മോനെ? നിക്കുന്നില്ല അല്ലെ? ഓക്കെ ശരി. അഥവാ കട്ടായി പോയെന്നെങ്കിൽ പിന്നെ യൂട്യൂബ് ക്ലാസ് കാണും കേട്ടോ. ശരി ശരി ഓക്കെ. സോ we have to spend more energy and we will be tired if we lift a very big thing. നമ്മള് വലിയൊരു സാധനം വെയിറ്റ് ഒരുപാട് വെയിറ്റ് ഉള്ള സാധനം പൊക്കണമെങ്കിൽ we have to spend more energy. കൂടുതൽ എനർജി അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. And we will be tired. You know that if you are carrying a heavy thing, we will be tired very fastly, isn't it? Okay, you could even hurt yourself. The boulder may be too heavy for you to move alone, so you may need someone's help. But if a thing is very heavy and if we are not able to lift by ourselves, we will get the help of or will ask the help of other person, isn't it? Okay. On the other hand, you could move the boulder with a rod as shown in the figure by applying less force. The energy you spent would be much less. Okay. ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന വലിയൊരു പാറ പോലത്തെ ഒരു സാധനം, ഒരു ഹെവി തിങ്. അപ്പൊ ആ സാധനം നമുക്ക് തന്നെ നമ്മൾ പൊക്കേണ്ടി വന്നാൽ we have to spend more energy and will be tired. Sometimes we may fall or we may hurt ourselves. Then what happens is പിന്നെ എന്താന്ന് വെച്ചാല് അതേസമയം നമ്മൾ വേറൊരാളുടെ ഹെൽപ്പ് കൂടെ ഉണ്ടെങ്കിൽ it will be easy. ഇനി if nobody is there to help us, what will happen? We can use a iron rod like this. ഒരു കമ്പി പോലത്തെ സാധനം ഇതുപോലെ എന്തെങ്കിലും ഉപയോഗിച്ച് അതിന്റെ അടിയിൽ വേറെ എന്താ പറയുന്ന ഈ ലെവർ പോലത്തെ സാധനം കെട്ടി വെച്ച് നമുക്കത് ഈസി ആയിട്ട് ലിഫ്റ്റ് ചെയ്യാൻ പറ്റും, അത് പൊക്കാൻ പറ്റും, അതിന്റെ പൊസിഷൻ മൂവ് ചെയ്യാൻ പറ്റും, മാറ്റാനൊക്കെ പറ്റും ഇങ്ങനത്തെ. ഓക്കെ. The energy you spent would be much less. You can do the job all alone without anyone's help. Also, there is no danger of hurting yourself. So, ഇങ്ങനെ പൊക്കി പതിയെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈസി ആയിട്ട്, അതായത് without anybody's help, we can lift the thing or we can do our work and we may not hurt ourselves. നമ്മുടെ ശരീരത്തിൽ നമുക്ക് എന്തെങ്കിലും ബോഡിക്കോ മുറിവൊന്നും പറ്റാതെ, അല്ലെങ്കിൽ നമ്മൾ എടുത്തോണ്ട് പോകുമ്പോൾ എവിടെയെങ്കിലും തട്ടും വീഴും മുറിയും, പിന്നെ കരച്ചിലായി വഴക്കായി ബഹളമായി അല്ലേ, ഇതൊക്കെ ചെയ്യുന്നല്ലേ? ഓക്കെ. Used in the way as it is shown in the picture, the rod is called the lever. So നമ്മള് ഈ അയൺ പീസ്, ഇപ്പൊ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന അയൺ പീസ് അല്ലെങ്കിൽ പൊക്കാൻ വേണ്ടി ഉപയോഗിച്ച കമ്പി പോലത്തെ സാധനത്തിന് നമ്മൾ പറയുന്നത് ലെവർ എന്നാണ് പറയുന്നത്. How does the rod raise the boulder? Push one end of the rod under the boulder. The boulder is the weight or the load L. ഞാൻ ഇവിടെ വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഗൂഗിൾ എടുക്കട്ടെ. ടൈം പൊഴിയുന്നു.
Good grammar and spelling are important, but if you want to write essays that inspire, What does this code have to do with levers? This is a simple mnemonic device that you can use to remember levers, and we'll learn more about it at the end of this video. Welcome to Moo Moo Math and Science. A lever is a simple machine, and they are the basis of many tools in and around your house and work. Levers are also found in the human body. The way a lever works is that a force is applied at a point, which moves a load at another point through a balance point called the fulcrum. It's the position of these 3 points, the force, the load, and the fulcrum, that distinguishes the type of class of lever. There are 3 classes of levers: first, second, and third. With a first class lever, the fulcrum is in the middle and the force is on one side and the load is on the opposite end, much like this seesaw. Other examples include scissors. Here's the force, the fulcrum, and the load, and pliers. Second class levers have the load between the force and the fulcrum. For example, with this wheelbarrow, here's the force, the fulcrum, and the load. A nutcracker is an example. And a മിസ് അത് പോയി. hockey stick. Yes. Push one end of the നിങ്ങൾ അത് ഒന്നുകൂടെ ഞാൻ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ സമയം തീരാറായി. 7 minutes ഉണ്ട് അല്ലേ? 7 minutes അല്ലേ? ഇതിനകത്ത് 3 minutes കാണിച്ചുകൊണ്ട് ഞാനത് നോക്കട്ടെ. Squeaks and I are exploring. We're looking for insects. We know that some insects make their homes under rocks, so we're trying to turn over a couple of these rocks to see what we can find. But they're really big and heavy, and we can't get either of them turned over. There has to be something we can do. And I push down on the high end. Squeaks hops on the low end of the seesaw, and I push down on the high end. The lever moves on the fulcrum, and I can lift Squeaks up. It's a lot easier for me to lift Squeaks this way than if I tried to just pick him up. Our simple machine made my job. Look, we did it! But it was... Okay. ഇതിന്റെ ഒരു സൈഡിൽ മാത്രമാകുമ്പോൾ ആകുമോ? ബുദ്ധിമുട്ടാണ്. 2 സൈഡിലും കൂടെ ഫോഴ്സ് വരുമ്പോൾ ഇത് നിലത്ത് തന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അതേസമയം നോക്കാം, നമ്മുടെ രണ്ടാമത്തെ ചിത്രത്തില് കുറച്ചുകൂടെ ലെഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈസിയാണ്. ഇത്രയും ഒരു ഗ്യാപ്പ് വരുന്നില്ലേ? അതുകൊണ്ട് ഓക്കെ. And put it under the middle of the lever. Now we can push on the high end of the lever and the rock goes up. Look, we did it! But it was still kind of hard. I wonder if there's something we can do to make the job even easier. Let's try something a little different for the second rock. This time, we'll put the fulcrum closer to the rock we want to lift. Let's set up our lever, give the high end a good push down, and bingo! That was a lot easier. For levers like this one, the closer the fulcrum is to the thing you want to lift, the easier it is to lift it. And that's what makes a lever a kind of simple machine. Even though it's super simple, a lever helps us do work. Levers are everywhere, and they sometimes don't look much like a seesaw, or even like the lever we use to lift our rocks. For example, did you know that when you use a wheelbarrow to carry something, you're using a kind of lever? It's true. The wheel of the wheelbarrow acts as the fulcrum, and instead of pushing down on the handles, you pull them up to lift what's inside. We use levers to open bottles too, and to dig in our gardens, and even to eat our food. We'll be back soon with more simple machines, but in the meantime, Squeaks and I have some insects to find. Thanks for joining us on SciShow Kids.
Okay. So, in namakku padikkanullathu next we should study how to use this. Push one end of the rod under the boulder. The boulder is the weight of the load. Boulder എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ഈ കല്ലാണ് ഉദ്ദേശിക്കുന്നത്. ചിത്രത്തിൽ നിങ്ങൾ ഈസി ആയിട്ട് പറയാൻ വേണ്ടി പറയാം. Boulder എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് weight ആണ് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ ഭാരം ലോഡ്. So that is L. First നമ്മുടെ liver ഉപയോഗിച്ച് നമ്മൾ പൊക്കേണ്ട weight അത് just we push one side of the rod using that rod under the boulder. The boulder is the weight. A small stone kept under the rod acts as a support for the rod. So second നിങ്ങളെ വീഡിയോ കണ്ട അതിന്റെ അടിയിൽ ഒരു കല്ല് വെച്ചു, small stone അല്ലേ? That small stone acts as a support. ഞാൻ പറഞ്ഞ പോലെ മണ്ണിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പൊക്കുമ്പോൾ it is hard. But if we are using a small instruments like or any substance like a stone and all under the lever, if we keep, it will be easy for us to lift that thing. Maria, Alulacha. Good. Okay. The point where the rod touches the small stone is the fulcrum. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിരുന്നു. What is fulcrum? ഈ റോഡ് അതായത് നമ്മുടെ ഇരുമ്പ് കമ്പി ആ താഴത്തെ സ്റ്റോണിൽ ടച്ച് ചെയ്യുന്ന പോർഷൻ, that is fulcrum, that is F. The rod moves freely at this point of support. Then the other end of the rod which is held by you is pushed downwards. This raises the boulder upwards. The force applied to push the rod down is the effort. അതായത് നിങ്ങളിപ്പോ ഞാൻ ആ വീഡിയോയിൽ കാണിച്ചോളൂ, ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് 1 more minute is left. May class may cut off. Hi kids! Today we will learn What is lever and its types? So let's start. Kids, we have already learned here. Lever is basically a long stick. Okay, see this. Here ഇതിന്റെ weight ഉണ്ടാകും നമ്മൾ പൊക്കാൻ വേണ്ടി this പോയിന്റിൽ. So that is load. ഇവിടെ നമ്മൾ പൊക്കാൻ്റെ കല്ല് ഒരു വലിയ കല്ല് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ കല്ലുണ്ടെന്നില്ല, that is the load. And this ഇവിടെ ഈ സാധനം ടച്ച് ചെയ്യുന്ന പോയിന്റ് ആണ് fulcrum or F. And here we will press. നമ്മൾ ഈ സൈഡില് പ്രസ് ചെയ്യണം, എങ്കിലേ ഈ സാധനം പൊങ്ങുള്ളൂ അല്ലെ? So the effort that we used here is the effort. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ശക്തി ഫോഴ്സ്, അതാണ് ഈ എഫോർട്ട് എന്ന് പറയുന്നത് E. Okay, നമ്മുടെ ക്ലാസ് ഇപ്പൊ കട്ടാകും. We will continue in the next class. ഇത് കഴിഞ്ഞിട്ട് ഒരു ക്ലാസ് കൂടി ഇല്ലേ നമുക്ക്? അപ്പൊ നമുക്ക് ഇത് വിശദമായിട്ട് പഠിക്കാം കേട്ടോ. Okay, bye then. Bye, miss.